Hello friends and my dear students, welcome to my channel Study Mechanical with Passion. This is the second part of velocity analysis. Already നമ്മൾ velocity analysis പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളൊരു വീഡിയോ കാണാൻ പാടുള്ളൂ. കാരണം നമ്മൾ ആ ഒരു പ്രോബ്ലത്തിനകത്ത് ആ ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോനകത്ത് വെലോസിറ്റി അനാലിസിസ് ഗ്രാഫിക്കൽ മെത്തേഡ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഒരൊറ്റ പ്രോബ്ലം അതിൻ്റെ കൺസെപ്റ്റ് വൈസ് എങ്ങനെയാണ് നമ്മൾ വെലോസിറ്റി ഡയഗ്രാം വരയ്ക്കുക, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ എൻ്റർലി ഒരു സിംഗിൾ പ്രോബ്ലം മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് കണ്ടതിന് ശേഷം കൺസെപ്റ്റൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കിയൊരു കുട്ടിക്ക് പറഞ്ഞു തരുന്നത് പോലെയാണ് ഞാൻ ഈ ഒരു വീഡിയോനകത്ത് ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മാത്രം കാണുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടി പാർട്ട് 1 നിർബന്ധമായിട്ടും കണ്ടിരിക്കുക. ഓക്കെ, ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4 പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് വെലോസിറ്റി അനാലിസിൻ്റെ 4 പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ പ്രോബ്ലത്തിനകത്ത് ക്വസ്റ്റ്യനകത്ത് നമുക്കൊരു മെക്കാനിസം തന്നിട്ടുണ്ട്. അതായത് മെക്കാനിസം തന്നിട്ടുണ്ട്, അതിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഫിഗറും തന്നിട്ടുണ്ട്. ഓക്കെ, ഫിഗർ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. We want to find out the velocity of slider at D, the velocity of slider at D, angular velocity of the links QB and AB, and rubbing velocity at the pin B. Rubbing velocity കണ്ടുപിടിക്കാൻ വേണ്ടി പിന്നിൻ്റെ റേഡിയസും തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മെക്കാനിസം കറക്റ്റ് ഡയമെൻഷനിൽ വരയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കെയിൽ കൺസിഡർ ചെയ്യണം. ഞാൻ സ്കെയിൽ കൺസിഡർ ചെയ്യുന്നത് 1 സെൻറ്റിമീറ്റർ = 100 mm സ്കെയിൽ കൺസിഡർ ചെയ്യാണ്. ഈ ഒരു മെക്കാനിസം ഞാൻ കറക്റ്റ് ഡയമെൻഷനിൽ നമ്മൾ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെക്കാനിസം കറക്റ്റ് ഡയമെൻഷനിൽ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു 50 mm ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഇവിടെ 230 mm ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു ഫിഗർ നമുക്ക് ഈ തന്ന ഡയമെൻഷൻ ഉപയോഗിച്ച്, ഇവിടെ ഒരു 280 mm തന്നിട്ടുണ്ട്, ഈ തന്ന ഡയമെൻഷൻ എല്ലാം ഉപയോഗിച്ചിട്ട് നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രോ ദി കോൺഫിഗറേഷൻ ഇൻ കറക്റ്റ് ഡയമെൻഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം, വെലോസിറ്റി നമുക്ക് തന്നിട്ടുള്ളത്, അതായത് ഇപ്പോൾ ഇവിടെ ഈ മെക്കാനിസത്തിന് ഒരുപാട് ലിങ്കുകളുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് OA എന്ന് പറയുന്ന ഈ ലിങ്കിൻ്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള റൊട്ടേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് പോയിന്റ് Oയിൽ നിന്നാണ് OA എന്ന് പറയുന്ന വെലോസിറ്റി വെക്ടർ വരച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ n ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒമേഗ = 2πn/60, ദാറ്റ് ഈസ് 15.7 radian/second എന്ന വാല്യൂ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് A വിത്ത് റെസ്പെക്ട് ടു O, അതായത് ഈ OA എന്ന് പറയുന്ന ലിങ്കിൻ്റെ വെലോസിറ്റി, ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് A വിത്ത് റെസ്പെക്ട് ടു O, ദാറ്റ് ഈസ് VAO = ഒമേഗ AO ഇൻറ്റു റേഡിയസ്, ദാറ്റ് ഈസ് ലെങ്ത് OA. അപ്പോൾ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1.57 m/s എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വെലോസിറ്റി വെക്ടർ ഉള്ളത് 1.57 m/s. അപ്പോൾ നമുക്ക് ഇത് ഇനി അടുത്ത് നമ്മൾ വെലോസിറ്റി വെക്ടർ വരയ്ക്കാൻ പോവാണ്. വെലോസിറ്റി വെക്ടർ വരയ്ക്കുമ്പോൾ നമ്മൾ സ്കെയിൽ കൺസിഡർ ചെയ്യണം. അടുത്ത സ്റ്റെപ്പ്, സ്കെയിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 1 cm = 1 m/s ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വളരെ ചെറുതായിട്ടാണ് നമുക്ക് വാല്യൂ കിട്ടുക. അപ്പോൾ വളരെ ചെറുതായിട്ട് വാല്യൂ കിട്ടുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ നോക്കേണ്ടത്, ഏത് സ്കെയിലിൽ വരച്ചാലും പ്രശ്നമൊന്നുമില്ല, തിരിച്ച് ഡയമെൻഷൻ നമുക്ക് തിരിച്ച് മെഷർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ഏത് വെലോസിറ്റി ഡയഗ്രാം വരയ്ക്കുമ്പോഴും അത് നമുക്ക് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള അത്രയും വലുതാക്കി നമ്മൾ വരച്ചു കഴിഞ്ഞാൽ തിരിച്ച് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ വാല്യൂ അത്രയും അക്യുറേറ്റ് ആയിട്ടായിരിക്കും. വാല്യൂവിൻ്റെ അക്യുറസി വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള, അതായത് സ്പേസ് കൺസിഡർ ചെയ്ത് അതിന് പോസിബിൾ ആയിട്ടുള്ള സ്കെയിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത് 1 cm = 0.5 m/s എന്നാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 1.57 എന്ന് പറയുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര വരിക എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുക, അതായത് അതിൻ്റെ ഡബിൾ വരും. ഓക്കെ, അപ്പോൾ 1 cm = 0.5 m/s ആണെങ്കിൽ 2 cm വരുമ്പോഴാണ് 1 m/s ആവുള്ളൂ. ഓക്കെ, അതായത് ഇതിൻ്റെ ഡബിളാണ് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ഡയമെൻഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഈ m/s കൺസിഡർ ചെയ്യുമ്പോൾ m/s സെൻറ്റിമീറ്ററിലോട്ട് നമ്മൾ ലെങ്ത്തിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡബിളാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ ഈ ഒരു മെക്കാനിസത്തിനകത്ത് വെലോസിറ്റി ഡയഗ്രാം വരയ്ക്കുമ്പോൾ എത്ര ഫിക്സഡ് ലിങ്ക് ഉണ്ടോ അതെല്ലാം സിംഗിൾ പോയിന്റ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ O ഫിക്സഡ് ലിങ്കാണ്, Q ഫിക്സഡ് ലിങ്കാണ്, G ഫിക്സഡ് ലിങ്കാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് OQG എന്ന് പറയുന്ന ഈ 3 പോയിന്റും കൂടെ ഫിക്സഡ് ലിങ്ക് നമ്മൾ സിംഗിൾ പോയിന്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ഇനി അടുത്തത് OA എന്ന് പറയുന്ന വെലോസിറ്റി വെക്ടറിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. VAOൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം 1.57 m/s ആണ്. അപ്പോൾ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാലാണ് എത്ര ലെങ്ത് ആണെന്ന് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ഇൻറ്റു ദെൻ ഇവിടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ലിങ്കിന് റൊട്ടേറ്റിംഗ് ലിങ്ക് ആണ്, അപ്പോൾ പെർപെൻഡിക്കുലർ ആയിരിക്കും. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ
ഈ ഡയറക്ഷനിൽ വരും. ഇനി ഇത് അപ്വേർഡ് ഡയറക്ഷനിലും വരാം, ഡൗൺവേർഡ് ഡയറക്ഷനിലും പോസിബിൾ ആണ്. പക്ഷെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ഏതാണ്? അപ്വേർഡ് ഡയറക്ഷനാണ്. കാരണം ഇവിടെ റൊട്ടേഷൻ നോക്കിയേ ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, ഈ റൊട്ടേഷൻ വരുന്ന സമയത്ത് അതായത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒ എ എന്ന് പറയുന്ന വെലോസിറ്റി വെക്ടർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഒ. ഇത് നമ്മൾ വരച്ചിട്ടുള്ളത് ലെങ്ത് 1.57 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കറസ്പോണ്ടിങ് സ്കെയിൽ കൺസിഡർ ചെയ്തിട്ടാണ്. ദെൻ അതേപോലെ ഒ എ എന്ന് പറയുന്ന ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പം നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതൊക്കെ അതിനകത്തൊരൊറ്റ സിമ്പിൾ ആയിട്ടുള്ളൊരു മെക്കാനിസം ആയിരുന്നു. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ ഒ എ ഉണ്ട്, എ ബി ഉണ്ട്, അടുത്ത് ബി ക്യു ഉണ്ട്. നമ്മൾ ഇത് മാത്രമാണ് ആദ്യം കൺസിഡർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്തത്, അത് ബി ക്യുവിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് പോയിൻ്റാണ് പോയിന്റ് സി. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ടേ നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്തത് പോയിന്റ് എ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി എ ബി എന്ന് പറയുന്ന ലിങ്ക് റൊട്ടേറ്റിംഗ് ലിങ്ക് ആണ്. ഇത് റൊട്ടേറ്റിംഗ് ലിങ്ക് ആണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. ഓക്കെ, പക്ഷേ അപ്പോൾ ഇവിടെ നമുക്ക് അപ്പോൾ എ ബി എന്ന് പറയുന്ന വെലോസിറ്റി വെക്ടർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പോയിന്റ് ഏതാണ്? എ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഇവിടെ വെലോസിറ്റി വെക്ടറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് എയിൽ നിന്ന് എ ബി എന്ന് പറയുന്ന ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാനൊരു ലൈൻ നീട്ടി അങ്ങ് വരയ്ക്കുകയാണ്. നീട്ടി വരയ്ക്കാൻ കാരണം എനിക്കിതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിയില്ല എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ബി ക്യു എന്ന് പറയുന്ന ലിങ്കാണ്. ബി ക്യു എന്ന് പറയുന്ന ഈ ലിങ്കും റൊട്ടേറ്റിംഗ് ലിങ്കാണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ബിയും ക്യൂവും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഏത് പോയിന്റ് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്ക് ക്യൂ എന്ന് പറയുന്ന പോയിന്റാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ക്യൂ ബി എന്ന് പറയുന്ന ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഇതിലായിരിക്കും എനിക്ക് അടുത്ത പോയിന്റ് ബി കിട്ടുക. അപ്പം നമ്മൾ ആദ്യം എ ബി എന്ന് പറയുന്ന ക്രാങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരച്ചു. അപ്പോൾ ഈ ലൈനിൽ എവിടെയോ ആണ് പോയിന്റ് ബി ഉണ്ടാവുക. അതേപോലെ ക്യൂ ബി എന്ന് പറയുന്ന ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരച്ചു. അപ്പോൾ ഈ ലൈനിൽ എവിടെയോ ആണ് പോയിന്റ് ബി ഉണ്ടാവുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഇൻ്റർസെക്ഷനിൽ കിട്ടുന്ന ഈ പോയിന്റ് ആയിരിക്കും പോയിന്റ് ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിന്റ് ബി കിട്ടി. ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇതിൻ്റെ ഡയറക്ഷൻ നമ്മൾ നോക്കണം. ഡയറക്ഷൻ നോക്കേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ നോക്കിയേ, ഒ എയു ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, എയു ആയിട്ടാണ് ബി കണക്ട് ചെയ്തിട്ടുള്ളത്. ബിക്ക് ഡയറക്റ്റ് ആയിട്ട് ഒ യു ആയിട്ട് കണക്ഷൻ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് പറയണം? വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഒ എന്ന് പറയുന്നത്, ഇനി ആ ഒയിലോട്ട് എങ്ങനെ എത്തും നോക്കിയാൽ മതി. വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ പ്ലസ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഒ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് വരിക. വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഒ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ പ്ലസ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഒ. ഇനി അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഈ ബീൻ്റെ അടുത്തുള്ള ഫിക്സ്ഡ് ലിങ്ക് എന്ന് പറയുന്നത് ഏതാണ്? ക്യൂ ആണ്. അപ്പോൾ ഈ ഒ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ക്യൂ എന്ന് എഴുതാം. ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി ബി ക്യൂ ഇസ് ഈക്വൽ ടു വി എ ഒ പ്ലസ് വി ബി എ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ വെലോസിറ്റി നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ വെക്ടർ റെപ്രസെൻറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ക്യൂ ബി വെക്ടർ ഇസ് ഈക്വൽ ടു ഒ എ വെക്ടർ പ്ലസ് എ ബി വെക്ടർ. അപ്പോൾ ഈ വെക്ടറിൻ്റെ ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫിഗർ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഫിഗർ നമുക്ക് ഈ ഡയറക്ഷൻ മാർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഫിഗറായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ വരച്ചിട്ടുള്ളത് ഒ എ ബി ക്യൂ എന്നുള്ളത് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തതിൻ്റെ ബാക്കി നമ്മൾ ചെയ്യാൻ പോവാണ്. ഇപ്പം നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് പോയിന്റ് സി എന്ന് പറയുന്നത്, ഈ പോയിന്റ് സി എന്ന് പറയുന്നത് ഇവിടെ ബി ക്യൂ എന്ന് പറയുന്ന ഒരു ലിങ്കിലുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് പോയിന്റ് സി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഈ ബി ക്യൂ എന്ന് പറയുന്ന ഈ ലൈനിൽ എവിടെയോ ആയിരിക്കും പോയിന്റ് സി ഉണ്ടാവുക. അത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഈ മെക്കാനിസത്തിൽ ഏത് റേഷ്യോയിലാണ് പോയിന്റ് സി ഉള്ളത് അതേപോലെ തന്നെ ആയിരിക്കും വെലോസിറ്റി ഡയഗ്രത്തിലും പോയിന്റ് സി ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ക്യൂ സി ഡിവൈഡഡ് ബൈ സി എന്ന് പറയുന്ന പോയിന്റ് നമുക്കറിയില്ല. അപ്പോൾ ക്യൂ സി ഡിവൈഡ് ബൈ ക്യൂ ബി, ഇതിൽ ഒരു അൺനോൺ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, ക്യൂ സി ഡിവൈഡ് ബൈ ക്യൂ ബി ഈക്വൽ ടു നേരെ ക്യാപ്സിലൊക്കെ എഴുതിയാൽ മതി. ക്യൂ സി ഡിവൈഡ് ബൈ ക്യൂ ബി വാല്യൂ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ വാല്യൂ മെഷർ ചെയ്തിട്ടുള്ളത് 3.4 എന്ന് മെഷർ ചെയ്തിട്ടുള്ളത് ഈ ക്യൂ ബിൻ്റെ ലെങ്ത് ആണ് മെഷർ ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിക്കണേ, ലെങ്ത് 3.4 സെൻറ്റിമീറ്റർ. നമ്മൾ സ്കെയിൽ കൺസിഡർ ചെയ്തപ്പോൾ ഹാഫ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതായത് 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 0.5 മീറ്റർ പെർ സെക്കൻഡ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഈ വാല്യൂ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ സ്കെയിലിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എത്ര ഡയമെൻഷൻ എത്ര ലെങ്ത് ആണെന്ന് മാത്രം നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് ഇത് ഞാൻ മെഷർ ചെയ്യുമ്പോൾ എനിക്ക് 3.4 സെൻറ്റിമീറ്റർ ആണ് കിട്ടുക. 3.4 സെൻറ്റിമീറ്റർ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദെൻ വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്യൂ സി ഈക്വൽ ടു 1.13 എന്ന് കിട്ടും. അപ്പോൾ ക്യൂ സിൻ്റെ ലെങ്ത് 1.13, അതായത് ക്യൂയിൽ നിന്ന് സി എന്ന് പറയുന്ന പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് 1.13 ആണ്, 13 സെൻറ്റിമീറ്റർ. ആ 1.13 സെൻറ്റിമീറ്ററിൽ ഞാൻ പോയിന്റ് സി മാർക്ക് ചെയ്യാണ്.
ഓക്കെ, ഇവിടെ ഞാനൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കണ്ടോ, ഇവിടെ ഈ പോയിന്റ് 3.4 എന്ന് നമ്മൾ കൺസിഡർ ചെയ്തത് ഇവിടെ ഇതിൻ്റെ ലെങ്ത് എത്രയാണോ സെൻറ്റിമീറ്റർ എത്രയാണോ അതാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂ സി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടും? ഇനി അല്ല, നമ്മൾ ഇവിടെ എത്ര ഈ ക്യൂ ബി എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് സ്കെയിൽ കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ക്യൂ സി കിട്ടുക എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണെന്നാണ് കിട്ടുക. അപ്പോൾ നമ്മൾ തിരിച്ച് അത് സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിന് നിൽക്കേണ്ട. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് അതിൻ്റെ ലെങ്ത്ത് തന്നെ അങ്ങോട്ട് എടുത്താൽ മതി. എത്ര മെഷർമെൻ്റ് ആണെന്നുള്ളത് എത്ര സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടും. ഇനി അവസാനം വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് തിരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പോയിന്റ് സി കൺസിഡർ ചെയ്യുന്നു. പോയിന്റ് സി നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ഈ പോയിന്റ് സിയിൽ നിന്ന് അടുത്ത് നോക്കിയേ, സി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കിട്ടി. അടുത്ത സിയിൽ നിന്ന് സി ഡി എന്ന് പറയുന്നതാ ഈ 250 mm ഈ ലിങ്ക് ഉണ്ട്. ഇത് റൊട്ടേറ്റിംഗ് ലിങ്ക് ആണല്ലോ. ഇത് റൊട്ടേറ്റിംഗ് ലിങ്ക് ആണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അതിൻ്റെ വെലോസിറ്റി വെക്ടർ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് സി ഡി എന്ന് പറയുന്ന ലിങ്ക് അല്ലേ, ഇവിടെ ഏത് പോയിന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? സി ആണുള്ളത്. അപ്പോൾ സിയിൽ നിന്ന് എന്ത് ചെയ്യണം, സി ഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ ഞാൻ നീട്ടി അങ്ങോട്ട് വരയ്ക്കുകയാണ്. എനിക്ക് ഡയമെൻഷൻ അറിയില്ല. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ ഡി എന്ന് പറയുന്ന സ്ലൈഡർ ആണുള്ളത്. ഇവിടെ ഒരു ഡി എന്ന് പറയുന്ന സ്ലൈഡർ ഉണ്ട്. ഈ സ്ലൈഡറിൻ്റെ മോഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. ശരിയല്ലേ? ഈ സ്ലൈഡർ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേ മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഡി എന്ന് പറയുന്നതിൻ്റെ സ്ലൈഡറിൻ്റെ മോഷൻ വിത്ത് റെസ്പെക്ട് ടു ജി എന്ന് പറയുന്നത് ഹൊറിസോണ്ടലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡി ജി എന്ന് പറയുന്ന, അപ്പോൾ അത് ഏത് പോയിന്റാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്? ജി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ജിയിൽ നിന്ന് ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ലൈൻ അങ്ങോട്ട് വരയ്ക്കുക. ഈ ഡയറക്ഷനിലായിരിക്കും സ്ലൈഡറിൻ്റെ മോഷൻ ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിനെയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആയിരിക്കും പോയിന്റ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ നമ്മൾ ചെയ്യുക. അതായത് വെലോസിറ്റി വെക്ടർ കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ നോക്കിയാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തത് ക്യൂ സി ഡി എന്ന് പറയുന്ന ഈ ഒരു പാർട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതായത് ഡി എന്ന് പറയുന്നത് ക്യൂ ആയിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് അല്ല, പക്ഷേ ഡി സി യു ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, സി ക്യൂ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് പറയാം, വെലോസിറ്റി ഓഫ് ഡി വിത്ത് റെസ്പെക്ട് ടു ക്യൂ ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ഡി വിത്ത് റെസ്പെക്ട് ടു സി പ്ലസ് വെലോസിറ്റി ഓഫ് സി വിത്ത് റെസ്പെക്ട് ടു ക്യൂ എന്ന് പറയാം. ഇനി ഡീൻ്റെ അടുത്തുള്ള ഫിക്സഡ് ലിങ്ക് ഏതാണ്? ജി ആണ്. അപ്പോൾ ഇവിടെ ക്യൂ മാറ്റിയിട്ട് നമുക്ക് ജി കൊടുക്കാം. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും നമുക്ക്. ഓക്കെ, ഇനി വെക്ടർ എഴുതുമ്പോൾ നേരെ തിരിച്ചങ്ങ് എഴുതാം. അതായത് ഡി ജി എന്നുള്ളതിന് നേരെ തിരിച്ച് ജി ഡി എന്ന് എഴുതാം, ക്യൂ സി എന്ന് എഴുതാം, പ്ലസ് സി ഡി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ വെക്ടറിൻ്റെ വെലോസിറ്റി വെക്ടറിൻ്റെ ഡയറക്ഷൻ നമുക്ക് ഇതേ രൂപത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ വെലോസിറ്റി വെക്ടർ വെലോസിറ്റി ഡയഗ്രാം എന്ന് പറയുന്നത് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാനുള്ളത് വെലോസിറ്റി ഓഫ് സ്ലൈഡർ അറ്റ് ഡി. വെലോസിറ്റി ഓഫ് സ്ലൈഡർ അറ്റ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എന്ന് പറയുന്ന പോയിന്റിൻ്റെ സ്ലൈഡറിൻ്റെ വെലോസിറ്റിയാണ്. അപ്പോൾ ഡി എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്, ഡി എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഡീൻ്റെ വെലോസിറ്റി, സിംപ്ലി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് വെലോസിറ്റിയാണ് വിത്ത് റെസ്പെക്ട് ടു ഫിക്സഡ് ലിങ്ക് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫിക്സഡ് ലിങ്കിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചിട്ടുള്ള ഡിയിലോട്ട് വരച്ചിട്ടുള്ള ലൈനാണിത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ആയിരിക്കും, ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് സ്ലൈഡർ അറ്റ് ഡി ഈസ് ഈക്വൽ ടു ജി ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും. അത് നമുക്ക് കിട്ടുക, മെഷർ ചെയ്യുമ്പോൾ കിട്ടുക 1.1 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് മെഷർ ചെയ്യുമ്പോൾ കിട്ടുക. ഓക്കെ, അത് നമ്മൾ സ്കെയിലിലോട്ട് തിരിച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് 0.55 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, ഇനി ആംഗുലർ വെലോസിറ്റീസ് ഓഫ് ലിങ്ക് ക്യൂ ബി ആൻഡ് എ ബി. ശ്രദ്ധിക്കണേ, ആംഗുലർ വെലോസിറ്റീസ് ഓഫ് ലിങ്ക്സ് ക്യൂ ബി ആൻഡ് എ ബി. ക്യൂ ബി എന്ന് പറയുന്ന ഉണ്ടോ, ഇവിടെ ക്യൂ ബി എന്ന് പറയുന്ന ലിങ്ക് ഇതാണ്. ഈ ക്യൂ ബിയുടെ വെലോസിറ്റി വെക്ടർ വരച്ചിട്ടുള്ളത് ഇതാണ് അല്ലേ, ക്യൂ ബി. അതായത് വെലോസിറ്റി ഓഫ് ക്യൂ ബി വെക്ടർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ക്യൂ ആണ്. അപ്പോൾ ഒമേഗ ബി ക്യൂ ഇസ് ഈക്വൽ ടു വി ബി ക്യൂ ഡിവൈഡഡ് ബൈ ലെങ്ത് ക്യൂ ബി നമുക്ക് കിട്ടും. ഓക്കെ, അവിടെ വി ബി ക്യൂ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണേ, വി ബി ക്യൂ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3.4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അത് 1.7 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ 1.7 ഡിവൈഡ് ബൈ 0.3 5.67 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി നമ്മൾ ഡയറക്ഷൻ നോക്കുക. ഇവിടെ നോക്കിയേ, ഇത് ക്യൂ ബി ആണ്. ക്യൂ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ക്യൂ ആണ്. അതായത് ക്യൂവിനെ ബേസ് ചെയ്തിട്ട് ബിൻ്റെ വെലോസിറ്റിയാണ് ഈ ഡയറക്ഷനിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഈ ബീൻ്റെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ക്യൂ എന്ന് പറയുമ്പോൾ ക്യൂവിനെ ബേസ് ചെയ്തിട്ട് ഈ ബീൻ്റെ റൊട്ടേഷൻ ഈ രീതിയിൽ അങ്ങോട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ റൊട്ടേഷൻ നമുക്ക് എന്ത് കിട്ടും? കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, therefore the direction is counter clockwise. ഓക്കെ, സിമിലർലി വി ക്യാൻ സേ ദാറ്റ് അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് വെലോസിറ്റി ഓഫ് ആംഗുലർ വെലോസിറ്റി ഓഫ് എ ബി കണ്ടുപിടിക്കേണ്ടത്. എ ബിയുടെ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത്, എ ബി എന്ന് പറയുന്ന ലിങ്ക് ഇതല്ലേ, ഇവിടെ വെക്ടർ ഏതാണുള്ളത്? എ ബി എന്ന് പറയുന്ന വെക്ടർ അല്ലേ ഉള്ളത്. എ ബി എന്ന് പറയുന്ന വെക്ടർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണേ, എ ബി എന്ന് പറയുന്ന വെക്ടർ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ആണ്. ഓക്കെ, വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. അപ്പോൾ ഒമേഗ ബി എ ഈസ് ഈക്വൽ ടു വി ബി എ ഡിവൈഡഡ് ബൈ ലെങ്ത് എ ബി. ദെൻ അത് നമുക്ക് മെഷർ ചെയ്യുമ്പോൾ 1.9 മീറ്റർ പെർ സെക്കൻഡ് ഇട്ട് ഡിവൈഡ് ബൈ 0.3 6.33 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ എ ബിയുടെ ഡയറക്ഷൻ നോക്കിയേ,
ഈ ഡയറക്ഷനിലാണ് വരുന്നത്. ഈ ഡയറക്ഷനാണ് എ ബിൻ്റെ ഡയറക്ഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ, ബിൻ്റെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു എ ആണ് ഈ ഡയറക്ഷനിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് എനെ ബേസ് ചെയ്തിട്ട് ബി അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡയറക്ഷനാണ് കിട്ടുക? കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് കിട്ടുക. ദെർഫോർ ദ ഡയറക്ഷൻ ഈസ് കൗണ്ടർ ക്ലോക്ക് വൈസ്. ഈ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റബ്ബിംഗ് വെലോസിറ്റി അറ്റ് പിൻ ബി ഈസ് ഈക്വൽ ടു, അതാണ് നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. റബ്ബിംഗ് വെലോസിറ്റി അറ്റ് പിൻ ബി എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 40 mm ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ബി എന്ന് പറയുന്ന പിന്നിൽ കണക്ട് ചെയ്തിട്ടുള്ള ലിങ്ക് ഏതൊക്കെയാണ്? QB ഉണ്ട്, AB ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് ലിങ്ക് റൊട്ടേറ്റിംഗ് ലിങ്ക് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആംഗുലർ വെലോസിറ്റി നോക്കണം. ആംഗുലർ വെലോസിറ്റി, രണ്ട് ആംഗുലർ വെലോസിറ്റി നമ്മൾ തൊട്ടുമ്പത്തെ കേസിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി അടുത്ത് നോക്കേണ്ടത് അതിൻ്റെ ഡയറക്ഷനാണ്. ഒന്ന് കൗണ്ടർ ക്ലോക്ക് വൈസ്, രണ്ടും കൗണ്ടർ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് രണ്ടും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് എടുക്കണം? അതിൻ്റെ ഡിഫറൻസ് എടുക്കണം. ദാറ്റ് ഈസ് ഹയർ വാല്യൂ മൈനസ് ലോവർ വാല്യൂ എടുക്കണം. ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് റബ്ബിംഗ് അറ്റ് പോയിന്റ് ബി ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എന്ന് പറയുന്നത് സിമ്പിളാണ്. ദാറ്റ് ഈസ് ആർ ഒമേഗയാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒമേഗ എന്ന് പറയുമ്പോൾ ഇവിടെ സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് നമ്മൾ മൈനസ് എടുക്കണം, ഇൻറ്റു ആർ. ദാറ്റ് ഈസ് വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 0.0264 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ആൻസർ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫിഗർ ഷോസ് എ മെക്കാനിസം ഇൻ വിച്ച് നമുക്ക് ലെങ്ത്തുകളൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലീനിയർ വെലോസിറ്റീസ് ഓഫ് സി ആൻഡ് ഡി. സിൻ്റെയും ഡിൻ്റെയും ലീനിയർ വെലോസിറ്റി കണ്ടുപിടിക്കണം. രണ്ട് ലിങ്കിൻ്റെ ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഈ സ്ലൈഡർ നോക്കിയാൽ ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് OD ഈസ് ഹൊറിസോണ്ടൽ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ OD എന്ന് പറയുന്നത് ഈ ലൈന് ഹൊറിസോണ്ടൽ ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു ഫിഗർ കട്ട് ചെയ്തെടുത്തപ്പോൾ കുറച്ചൊന്ന് ചെരിഞ്ഞു പോയതാണ്, ശ്രദ്ധിക്കണേ. അത് ഹൊറിസോണ്ടൽ ലൈനാണ്. ഓക്കെ, ഹൊറിസോണ്ടലായിട്ട് തന്നെ വരയ്ക്കണം. ആ ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഈ സ്ലൈഡർ മൂവ് ചെയ്യണത്. അപ്പോൾ അതായത് ഈ സ്ലൈഡർ മൂവ് ചെയ്യുക ഈ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഈ ലൈനിന് അലോങ് ആയിട്ടാണ് ഈ സ്ലൈഡർ മൂവ് ചെയ്യുക. പക്ഷേ ഈ സ്ലൈഡർ മൂവ് ചെയ്യുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്. ഓക്കെ, ഇനി ഇവിടെ 600 mm ഡിസ്റ്റൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ തൊട്ടുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ സ്കെയിൽ കൺസിഡർ ചെയ്തിട്ട് ഈ മെക്കാനിസം കറക്റ്റ് കോൺഫിഗറേഷനിൽ നമ്മൾ വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഇവിടെ റൊട്ടേഷൻ തന്നിട്ടുണ്ട്. ദെൻ റൊട്ടേഷൻ അനുസരിച്ച് നമുക്ക് ഒമേഗ ഈ OAൻ്റെ ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ OAൻ്റെ ഒമേഗ കണ്ടുപിടിക്കണം. 2πn/60 കണ്ടുപിടിക്കാം. ദെൻ അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ എത്ര ഫിക്സഡ് ലിങ്ക് ഉണ്ട്? O ഉണ്ട്, E ഉണ്ട്, അതേപോലെ G ഉണ്ട്. 3 ഫിക്സഡ് ലിങ്കുള്ളത്. അപ്പോൾ O, G, E എന്ന് പറയുന്ന 3 ഫിക്സഡ് ലിങ്കും കൂടെ നമ്മൾ ഒറ്റ സിംഗിൾ പോയിന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. അവിടെ നമുക്ക് ആദ്യം OA വെക്ടർ റെപ്രസെന്റ് ചെയ്യണം. അതിന്റെ ഡയമെൻഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതിന് OAക്ക് പെർപെൻഡിക്കുലർ ആണ്. ദെൻ അതിന്റെ റൊട്ടേഷന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? OA ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് OA, അടുത്ത AC ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. B എന്ന് പറയുന്നത് ACയിലെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് B. അപ്പോൾ ആദ്യം സിയും ഈ സ്ലൈഡറൊക്കെ വരച്ചിട്ട് നമ്മൾ തൊട്ടുമ്പത്തെ പ്രോബ്ലം ചെയ്തതുപോലെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ BD ലിങ്കൊക്കെ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട എന്താണ്? AC എന്ന് പറയുന്ന ലിങ്കാണ്. AC എന്ന് പറയുന്ന ലിങ്കിൽ നമുക്ക് എന്തുണ്ട്? ഇവിടെ പോയിന്റ് A അവൈലബിൾ ആണ്. അപ്പോൾ പോയിന്റ് Aയിൽ നിന്ന് ACക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ ഞാൻ നീട്ടി അങ്ങോട്ട് വരച്ചു. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ സ്ലൈഡർ ഉണ്ട്. സിയിൽ സ്ലൈഡർ ഉണ്ട്. സ്ലൈഡർ മൂവ് ചെയ്യുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ലൈഡർ C വിത്ത് റെസ്പെക്ട് ടു G. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് പോയിന്റ് ഉള്ളത്? G പോയിന്റ് അവൈലബിൾ ആണ്. G എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വെർട്ടിക്കൽ ആയിട്ടൊരു ലൈൻ, കറക്റ്റ് വെർട്ടിക്കൽ ആയിട്ടൊരു ലൈൻ ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഇത് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആയിരിക്കും പോയിന്റ് C എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതുപോലെ C എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് C വിത്ത് റെസ്പെക്ട് ടു വെലോസിറ്റി ഓഫ് C വിത്ത് റെസ്പെക്ട് ടു O ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് C വിത്ത് റെസ്പെക്ട് ടു A പ്ലസ് വെലോസിറ്റി ഓഫ് A വിത്ത് റെസ്പെക്ട് ടു O എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ നേരത്തെ ചെയ്തിട്ടുള്ളതുപോലെ നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെക്ടർ നമുക്ക് വെലോസിറ്റി ഡയഗ്രാം നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ഇവിടെ C എന്ന് പറയുന്ന പോയിന്റ് AC ഒക്കെ നമുക്ക് കിട്ടി. ഇനി അടുത്ത് B എന്ന് പറയുന്ന പോയിന്റ് ഇന്റർമീഡിയറ്റ് പോയിന്റ് അല്ലേ ACയുടെ. അപ്പോൾ അതിൻ്റെ ഇതിനകത്തുള്ള ഡയമെൻഷനും ഇതിൻ്റെ റേഷ്യോ നമ്മൾ തൊട്ടുമ്പോൾ ചെയ്തിട്ടുള്ളതുപോലെ റേഷ്യോ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? പോയിന്റ് B ഞാനിവിടെ ലൊക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, പോയിന്റ് Bയിൽ നിന്ന് ഞാൻ അടുത്തത് ഈ BD എന്ന് പറയുന്ന ലിങ്കിൻ്റെ, ഇത് റൊട്ടേറ്റിംഗ് ലിങ്ക് ആയതുകൊണ്ട് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ല ആക്ട് ചെയ്യുക. അതെ, അപ്പോൾ ഇവിടെ ഏത് പോയിന്റ് അവൈലബിൾ ആയിട്ടുള്ളത്? പോയിന്റ് B അവൈലബിൾ ആണ്. അപ്പോൾ പോയിന്റ് Bയിൽ നിന്ന് ഞാൻ BDക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു. അതാണ് ഈ ലൈന്. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ അടുത്ത ഈ സ്ലൈഡർ നമ്മളടുത്ത ഈ ഡിയിലുള്ള ഈ സ്ലൈഡർ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഈ സ്ലൈഡർ കൺസിഡർ ചെയ്യുമ്പോൾ സ്ലൈഡറിൻ്റെ മോഷൻ ഈ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഈ ലൈനിന് അലോങ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഡയറക്ഷനിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇ എന്ന് പറയുന്ന പോയിന്റ് അവൈലബിൾ ആണല്ലോ. അപ്പോൾ ഇയിൽ നിന്ന് എന്ത് ചെയ്യണം, 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഈ ലൈനിന് പാരലായിട്ട് ഞാനൊരു ലൈൻ അങ്ങോട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ഇത് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആയിരിക്കും പോയിന്റ് ഡി എന്ന് പറയുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ളത് പോലെ ഇവിടെ ബി സി ബി യു ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ബി ഡി യു ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, വെലോസിറ്റി വെക്ടർ കൺസിഡർ ചെയ്യണം. അതായത് വെലോസിറ്റി ഓഫ് ഡി വിത്ത് റെസ്പെക്ട് ടു സി ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ഡി വിത്ത് റെസ്പെക്ട് ടു ബി പ്ലസ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു സി. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്ഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി വെക്ടർ ഇതേപോലെ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ലീനിയർ വെലോസിറ്റി ഓഫ് സി. സിൻ്റെ ലീനിയർ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. സി എന്ന് പറയുന്നതിൻ്റെ ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജി സി എന്ന് പറയുന്ന ഈ ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, 5.2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ലീനിയർ വെലോസിറ്റി ഓഫ് ഡി, ഡിൻ്റെ ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡി എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, മെഷർ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ഒമേഗ സി എ. ഒമേഗ സി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി എന്ന് പറയുന്ന ലിങ്കിൻ്റെ ആംഗുലർ വെലോസിറ്റിയാണ്. എ സി എന്ന് പറയുന്ന ലിങ്കിൻ്റെ ആംഗുലർ വെലോസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് അതിൻ്റെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതുപോലെ വി സി എ നമുക്ക് കിട്ടും. വി സി എ ഡിവൈഡ് ബൈ എ സി. വി സി എ ശ്രദ്ധിക്കണേ, ഇവിടെ എ സി എന്ന് പറയുന്ന വെക്ടറാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. എ സി എന്ന് പറയുന്ന വെക്ടർ വെലോസിറ്റി ഓഫ് സി വിത്ത് റെസ്പെക്ട് ടു എ ആണ്. അപ്പോൾ ഈ ഡയറക്ഷനിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡയറക്ഷൻ ക്ലോക്ക് വൈസ് എന്ന് കിട്ടും. അതേപോലെ സിമിലർലി വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഒമേഗ ഡി ബി, ഡയറക്ഷൻ വിൽ ബി കൗണ്ടർ ക്ലോക്ക് വൈസ്. ഓക്കെ, ഇത്രയാണ് ഈ പ്രോബ്ലം ഉള്ളത്. ഇനി നെക്സ്റ്റ് പ്രോബ്ലം. ഈ ഒരു പ്രോബ്ലത്തിനകത്ത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഈ ഒരു ഗിവൺ കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് അതാ ഈ ഒരു സ്ലൈഡ് ചെയ്യുന്ന ശ്രദ്ധിക്കണേ, ഈ ഒരു പ്ലെയിനിന് അലോങ് ആയിട്ടാണ്. അപ്പോൾ ഇതിന് ഈ പ്ലെയിനിന് അലോങ് ആയിട്ടായിരിക്കും ഇതിന് മോഷൻ ഉണ്ടാവുക. എന്നാൽ ഈ പ്ലെയിനിന് അലോങ് ആയിട്ടാണ് ഈ സ്ലൈഡർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലെയിനിന് അലോങ് ആയിട്ടായിരിക്കും ഈ സ്ലൈഡറിൻ്റെ മോഷൻ ഉണ്ടാവുക. ദെൻ അത് രണ്ടും കണക്ട് ചെയ്യുന്നൊരു ലിങ്കും ഇവിടെ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റി വെക്ടർ നമ്മൾ നേരത്തെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഇതാണ്. ഈ ഒരു ഗിവൺ കോൺഫിഗറേഷൻ കറക്റ്റ് ഡയമെൻഷനിൽ വരയ്ക്കുക. എന്നിട്ട് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒ എന്ന് പറയുന്നതാണ് ഫിക്സഡ് ലിങ്ക്. ആ ഫിക്സഡ് ലിങ്ക് നമ്മൾ ആദ്യം റെപ്രസെൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ വെലോസിറ്റി ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഫിക്സഡ് ലിങ്ക് ഒയും ഉണ്ട് ജിയും ഉണ്ട്. അത് നമ്മൾ ആദ്യം ഈ പോയിന്റ് റെപ്രസെൻറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ 3 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി നമുക്കറിയാലോ, ഒ എ, അത് ഈ ഡയറക്ഷനിലല്ലേ ഉള്ളത്. അപ്പോൾ ഈ പ്ലെയിനിന് അലോങ് ആയിട്ട് പാരലായിട്ട് നമ്മൾ വി എ ഒ റെപ്രസെൻറ്റ് ചെയ്യുന്നു 3 മീറ്റർ പെർ സെക്കൻഡിൽ. എന്നിട്ട് നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കിട്ടി. ഈ ഒരു പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി അടുത്ത് എന്ത് ചെയ്യണം, എ ബി എന്ന് പറയുന്ന ഇത് റൊട്ടേറ്റിംഗ് ലിങ്ക് ആണ്. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എയിൽ നിന്ന് നമ്മളൊരു ലൈന് നീട്ടി അങ്ങോട്ട് വരക്കും. ഓക്കെ, ഇനി അടുത്തത് ബി എന്ന് പറയുന്ന സ്ലൈഡർ ആണുള്ളത്. ഓക്കെ, ഈ സ്ലൈഡറിൻ്റെ മോഷൻ ഏതാണ്, ഈ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഈ പ്ലെയിനിന് അലോങ് ആണ്. അപ്പോൾ ഈ പ്ലെയിനിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ അവൈലബിൾ ആണ്. ജിയിൽ നിന്ന് ആ പ്ലെയിനിന് പാരലായിട്ട് ഒരു ലൈന് നീട്ടി അങ്ങോട്ട് വരക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് നമുക്ക് പോയിന്റ് ഇവിടെ പോയിന്റ് ബി നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതുപോലെ ഡയറക്ഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. ദെൻ നമുക്ക് വെലോസിറ്റി ഓഫ് ബി കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് ജി ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2.7 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം ഞാൻ ഒരു ജസ്റ്റ് ഫിഗർ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ ഒരു ഫിഗർ, ഇതുപോലത്തെ ഫിഗർ നമുക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു 4 ബാർ മെക്കാനിസം ആണ്. എ ബി സി ഡി എന്ന് പറയുന്ന 4 ബാർ മെക്കാനിസം ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതുപോലെ എ ബി സി ഡിയുടേത് ആദ്യം സിമ്പിളായിട്ട് വരയ്ക്കുക, വെലോസിറ്റി ഡയഗ്രാം. ഓക്കെ, പിന്നെ ഇവിടെ ഉള്ളത് ബി സി എന്ന് പറയുന്നതിലുള്ള ഒരു ഓഫ്സെറ്റ് പോയിന്റ് ആണ് എഫ് എന്ന് പറയുന്നത്. അതായത് ഈ ബി സി എഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു ഫിക്സഡ് ലിങ്ക് ആണെന്നാണ്. ഓക്കെ, അതിന് റിലേറ്റീവ് മോഷൻ ഇല്ല എന്നാണ്. അതേപോലെ ഇവിടെയും റിലേറ്റീവ് മോഷൻ ഇല്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ എഫും ജിയും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, അതിന് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എ ഡി ഫിക്സഡ് ലിങ്ക് മാർക്ക് ചെയ്യും. ദെൻ അടുത്തത് എ ബി, അതായത് ഇതിൻ്റെ ആംഗുലർ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ടാകും. അതിനനുസരിച്ച് നമ്മൾ എ ബി റെപ്രസെൻറ്റ് ചെയ്യും. ബി പോയിന്റ് നമുക്ക് കിട്ടുന്നതാണ്. ദെൻ ബി പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ബി സി എന്ന് പറയുന്ന ഈ ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബിയിൽ നിന്ന് ഈ ലൈന് നീട്ടി അങ്ങോട്ട് വരക്കും. ഓക്കെ, ഇനി അടുത്തത് സി ഡി എന്ന് പറയുന്ന ലിങ്ക് ഇവിടെ ഉണ്ട്. സി ഡി എന്ന് പറയുന്ന ലിങ്ക് ഇതാണ്. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സി ഡിയുടെ മോഷൻ ഉണ്ടാവുക. അപ്പോൾ ഡി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ അവൈലബിൾ അല്ലേ. അപ്പോൾ ഈ ഡിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ പോയിന്റ് ഡിയിൽ നിന്ന് സി ഡി എന്ന് പറയുന്ന ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈന് നീട്ടി അങ്ങോട്ട് വരയ്ക്കും. അപ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് സി നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതുപോലെ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഭാഗം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അതായത് പോയിന്റ് സിയിൽ നിന്ന്, പോയിന്റ് സി ഉണ്ട്, പോയിന്റ് ബി ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പോയിന്റ് ബിയിൽ നിന്ന് ഈ ബി എഫ് എന്ന് പറയുന്ന ഈ ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിട്ടുള്ള ലൈനാണ് ഇത്. ഓക്കെ, ഇനി
അടുത്തത് സിയിൽ നിന്ന് സി എഫിന് ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിട്ടുള്ള ലൈനാണ് ഇത്. അപ്പോൾ ഇങ്ങനെ ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എഫ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു സംശയം നമുക്ക് ഉണ്ടാവാം, ഇവിടെ ഈ എഫ് ഉള്ളിലോട്ടല്ലേ വരുന്നത്, അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പോയിന്റ് എഫ് ഇങ്ങനെ പുറത്തോട്ട് വന്നതെന്ന് നമുക്ക് സംശയം ഉണ്ടാവാം. അത് അങ്ങനെ വരുള്ളൂ, കാരണം നമ്മൾ തിരിച്ച് ഇതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങോട്ടാണ് വരിക, ഇതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോൾ ഇങ്ങോട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യൂല. ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് എഫ് ഇവിടെ അങ്ങോട്ട് പുറത്ത് തന്നെ ആയിരിക്കും. ഓക്കെ, അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റ് ജിയും മാർക്ക് ചെയ്യാം. പോയിന്റ് ജി എങ്ങനെയാണ് മാർക്ക് ചെയ്യുക, ഇവിടെ സി ജി എന്ന് പറയുന്ന ലൈൻ ഇതുണ്ട്. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സിയിൽ നിന്ന് ലൈൻ വരച്ചിട്ടുള്ളതാണ് ഇത്. ഓക്കെ, അതേപോലെ ഇനി അടുത്ത് ഡി ജി എന്ന് പറയുന്ന ലൈൻ ഇതാണ്. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ലൈൻ വരക്കണം. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഡിയിൽ നിന്ന് വരച്ചിട്ടുള്ള ലൈനാണ് ഇത്. അപ്പോൾ ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ജിയും നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ഇപ്പോൾ ഇവിടെ പോയിന്റ് ഇ ഉണ്ട്. ഇവിടെ ഈ പോയിന്റ് ഇൻ്റെ വെലോസിറ്റി ക്വസ്റ്റിനകത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ അപ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു റേഷ്യോ വെച്ചിട്ട് ബി സിയുടെ എത്ര റേഷ്യോയിലാണ് പോയിന്റ് ഇ ഉള്ളത്, അതേ റേഷ്യോയിൽ നമ്മൾ പോയിന്റ് ഇ ഇവിടെ മാർക്ക് ചെയ്യണം. അങ്ങനെയാണ് ഈ വെലോസിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത് ഈ ഫിക്സഡ് ലിങ്കിൽ നിന്ന് എയിൽ നിന്ന് ഇയിലോട്ട് വരയ്ക്കുന്ന ഈ ലൈനിൻ്റെ ലെങ്ത് ആയിരിക്കും അതിൻ്റെ വെലോസിറ്റി. ദെൻ എഫിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിക്സഡ് ലിങ്കിൽ നിന്ന് എഫിലോട്ട് വരയ്ക്കുന്ന ഈ ലൈനിൻ്റെ ലെങ്ത് ആയിരിക്കും എ എഫ് എന്ന് പറയുന്ന ലെങ്ത് ആയിരിക്കും എഫിൻ്റെ വെലോസിറ്റി. ദെൻ ജി എന്ന് പറയുന്ന പോയിന്റ് വെലോസിറ്റി എന്ന് പറയുന്നത് എ ജി എന്ന് പറയുന്ന ലെങ്ത് ആയിരിക്കും അതിൻ്റെ വെലോസിറ്റി. കറസ്പോണ്ടിങ് വെലോസിറ്റി മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും എ ജിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ ഇതേപോലത്തെ പ്രോബ്ലംസും നമുക്ക് ചെയ്യാം. ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് തിയറി ഓഫ് മെഷീൻസ് ബൈ എസ് രത്തൻ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പ്രോബ്ലമാണ്. അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോബ്ലംസും തിയറി ഓഫ് മെഷീൻസ് ബൈ എസ് രത്തൻ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉള്ളതാണ്. അതിനകത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, എല്ലാം വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഏത് പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ഷെയർ ആൻഡ് ലൈക്ക് ദ വീഡിയോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.